തിരുവനന്തപുരത്തെ അനധികൃത തട്ടുകടകൾക്കെതിരെ നടപടി ശക്തമാകുമ്പോഴും റോഡ് കയ്യേറിയുള്ള കച്ചവടം തുടരുകയാണ്. തട്ടുകട കച്ചവടത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നഗരത്തിലെ സാധാരണക്കാരെ മറയാക്കി വൻകിട ഹോട്ടൽ ഉടമകളും കച്ചവടം നടത്തുന്നുണ്ടെന്നാണ് വിവരം. റോഡ് കയ്യേറിയും ഗതാഗത തടസ്സം സൃഷ്ടിച്ചുമെല്ലാം നടത്തുന്ന കച്ചവടത്തിനെതിരെ നഗരസഭ ശക്തമായ ഇടപെടലും നടത്തുന്നുണ്ട്. സാധാരണക്കാരന്റെ ജീവനോപാധി എന്ന നിലയിലാണ് തട്ടുകടകളെ അറിയപ്പെട്ടതെങ്കിൽ ഇന്ന് വൻ കുത്തകകൾ ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. സാധാരണക്കാരനെ മറയാക്കി കോടികളാണ് ഇത്തരക്കാർ കൈക്കലാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും സന്ധ്യയാകുന്നതോടെ തട്ടുകടക്കാർ കൈക്കലാക്കും. നഗരത്തിൽ തന്നെ വൻകിട ഹോട്ടൽ ഉടമകൾ തട്ടുകച്ചവടവുമായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത്തരക്കാർ ചെയിൻ മാതൃകയിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും കച്ചവടം നടത്തി വരുന്നുണ്ട്. പോലീസ് പരിശോധനയിൽ പലരുടെയും UPI വഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ അക്കൗണ്ടുകളാണെന്നും ശ്രദ്ധേയമാണ്. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് മിക്ക തട്ടുകടകളും പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ വഴുതക്കാട്, പാളയം, യൂണിവേഴ്സിറ്റി, വെള്ളയമ്പലം, കവടിയാർ, കുറവങ്കോണം, മെഡിക്കൽ കോളേജ്, ശ്രീകാര്യം, കാര്യവട്ടം എന്നിവിടങ്ങളിലെല്ലാം കച്ചവടം തകർക്കുകയാണ്. നഗരസഭ പ്രവർത്തനം വിലക്കിയാൽ മറ്റൊരിടത്തേക്ക് ഇത്തരക്കാർ വ്യാപിപ്പിക്കും. സഹായത്തിന് ഗുണ്ടാ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഇത്തരക്കാരെ എതിർക്കാൻ പ്രാദേശികരായിട്ടുള്ള ആരും ധൈര്യപ്പെടാറുമില്ല. നടപ്പാതകൾ പൂർണ്ണമായും കൈക്കലാക്കിയാണ് ഇത്തരക്കാരുടെ കച്ചവടം കഴിഞ്ഞു പോയാലും ഷാമിയാന പന്തലും മറ്റ് അനുബന്ധ സാധനങ്ങളും അവിടെ തന്നെ വെച്ചിട്ട് പോകും. ഇത് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. ജനം, തിരുവനന്തപുരം.